Hi friends, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറച്ചാളായി വീഡിയോ ഇട്ടിട്ട് നമുക്കിപ്പോൾ എക്സാം കാര്യങ്ങളൊക്കെ ആയാലും വീഡിയോസും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു MPPTയുടെ റിവ്യൂ ആണ്. അതായത് ആശാപവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 7.7 ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അവരുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് 7.7. മൾട്ടി വോൾട്ടേജ് ആണ്, 12 to 24 വോൾട്ടാണ്, 50 ആംപിയറിൻ്റെ MPPT ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് കൂടുതൽ അവർ കുറേ ഫംഗ്ഷൻസും കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ MPPT എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് യൂസർ മാനുവലും പിന്നെ അതിൻ്റെ ഒരു പ്ലേറ്റ്, അതുപോലെ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ. അപ്പോൾ ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. MPPTയുടെ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നും വേണ്ട. എത്ര ഇത് 12 24 വോൾട്ടാണ്. അപ്പോൾ 60 വോൾട്ട് VOCയും 90 വോൾട്ട് VOCയാണ് രണ്ട് ഇതിലും വരുന്നത്. എത്ര വാട്ട്സ് കണക്ട് ചെയ്യാന്നുണ്ട്. 900 വാട്ട്സ് 12 വോൾട്ടിലും 1400 വാട്ട്സ് 24 വോൾട്ടിലും കണക്ട് ചെയ്യാം. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കണക്ഷൻസ് എങ്ങനെ വന്നതെന്നും ഇപ്പം അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് 12 വോൾട്ട് സിസ്റ്റം കണക്ട് ചെയ്യാനും ഇത് 24 വോൾട്ട് സിസ്റ്റം കണക്ട് ചെയ്യാനും. അപ്പോൾ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ ഫങ്ഷൻസാണ് 16 ഫങ്ഷൻസാണ് ഇതിനകത്ത് വരുന്നത്. കണ്ടോ 16 ഫങ്ഷൻസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. ഓരോ ഫങ്ഷൻസ് എന്താണെന്നും അത് എക്സ്പ്ലെയിൻ ചെയ്തും അത് എത്ര ഇതിൽ ഉപയോഗിക്കാമെന്നും മിനിമം എന്തോരം VOC അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വായിച്ചു തന്നെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഭിത്തിമേക്ക്, അതായത് നമ്മുടെ ചുമരുമേക്ക് ഇത് നമുക്കിത് ഉറപ്പിക്കാനുള്ള ഒരു പ്ലേറ്റാണ്, മെറ്റലിൻ്റെ ഒരു പ്ലേറ്റാണ്. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ MPPT. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളിത് തുറക്കാം. അതിനുശേഷം ഒരു അടിപൊളി പാക്കിങ്ങിലാണ് ഇത് കിട്ടുന്നത്, നമുക്ക് പോവാത്ത രീതിയിലൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളൊരു MPPT എന്ന് പറയുന്നത്. ആശാപവർ എന്ന് പറയുന്ന കമ്പനിയുടെ MPPT ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 7.7 ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ അവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ 3 LED പിന്നെ ഒരു LCD ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ 3 LED ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും ലോഡ് ഓൺ സോളാർ, സോളാർ പ്രസൻസ്, സോളാർ ചാർജിങ് ഓൺ, അങ്ങനെ 3 ഇൻഡിക്കേറ്ററാണ് ഇവിടെ വരുന്നത്. LCD ഡിസ്പ്ലേയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 16 ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 16 ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് 3 ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇത് ഓൺ ഓഫ്, പിന്നെ ഇത് എൻ്റർ. അപ്പോൾ ഈ 3 ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സെറ്റിങ്സിൽ കയറാനുള്ള ഒരു ഫങ്ഷൻസാണ്, ബട്ടണാണ് ഇതിനകത്ത് വെച്ചിരിക്കണേ. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെ മാറ്റണമെന്നൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബട്ടൺസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഡിസ്പ്ലേ യൂസർ മാനുവൽ ചെറുതോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മേളിൽ, അതായത് ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ ഒരു QR സ്കാനർ ഉണ്ട്. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ വെബ്സൈറ്റ് കയറാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മോഡൽ, അതായത് Nova 50 എന്ന് പറയുന്ന മോഡലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. മൾട്ടി വോൾട്ടേജ് 12 to 24 വോൾട്ട്. അപ്പോൾ 12 വോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 25 വോൾട്ട് VOC വരുന്നുണ്ട്, മാക്സിമം 60 വോൾട്ട്, 900 വാട്ട്സ് വരെ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും. 24 വോൾട്ടിലാണെങ്കിൽ 50 വോൾട്ടാണ് മിനിമം VOC വരുന്നത്. 90 വോൾട്ട് വരെ VOC മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റും. 1400 വാട്ട്സ് പാനൽ കണക്ട് ചെയ്യാൻ പറ്റും. 12 24 വോൾട്ട് മൾട്ടി വോൾട്ടേജ്, 50 ആംപിയറാണ് MPPT വരുന്നത്. അതാണ് ഇത്രയും ഡീറ്റെയിൽസാണ് വരുന്നത്. 2 വർഷമാണ് ഇതിൻ്റെ വാറൻറ്റി വരുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും സോളാറിൻ്റെ പ്ലസും മൈനസും, ബാറ്ററിയുടെ പ്ലസും മൈനസും, ഗ്രിഡ് ഫേസ് ഇന്നും ഔട്ടും. അപ്പോൾ ഈ 2 സ്ക്രൂ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഇനി നമ്മളിത് കണക്ട് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ MPPT കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സോളാറിൻ്റെ പ്ലസും മൈനസും, ബാറ്ററിയുടെ പ്ലസും മൈനസും, ഗ്രിഡ് ഫേസ് ഇൻ ഔട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഓൺ ആയത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ, അതായത് സോളാർ പ്രസൻസ്. അപ്പോൾ സോളാർ എന്നുള്ള വോൾട്ടേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സോളാർ പ്രസൻസ് എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞേക്കണേ. സോളാർ ചാർജിങ് ആയിട്ടില്ല. ആംപിയർ കിട്ടി തുടങ്ങിയാലാണ് സോളാർ ചാർജിങ് എന്നുള്ള ഇൻഡിക്കേറ്റർ ചാർജിങ് തുടങ്ങുള്ളൂ. പിന്നെ ലോഡ് ഓൺ സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ കത്തണമെങ്കിൽ അത് 14 വോൾട്ട് എത്തിക്കഴിയുമ്പോൾ സോളാറിലേക്ക് മാറി കഴിയുമ്പോഴാണ് ലോഡ് ഓൺ സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ കത്തുന്നത്. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കി കാണാൻ പറ്റും പാനലിൻ്റെ വോൾട്ടേജ്, ഇപ്പോൾ എത്ര വാട്ട്സ് കിട്ടി, ബാറ്ററിയുടെ വോൾട്ടേജ്, പിന്നെ ഈ ടുഡേ യൂണിറ്റ്. ഈ ടുഡേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് എത്ര യൂണിറ്റ് എടുത്തു. യൂണിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ യൂണിറ്റ് ആണ്. പിന്നെ ബാറ്ററി ബാങ്ക് 12 വോൾട്ട്, ബൾക്ക് ചാർജിങ് ആണ് ഇപ്പോൾ കിടക്കുന്നത് ബാറ്ററിയിൽ. ഓട്ടോ ബൈപ്പാസ് ഓൺ, ഇൻവെർട്ടർ മോഡ് ഓഫ്. അപ്പോൾ ഇൻവെർട്ടർ മോഡ് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് മാറിയിട്ടില്ല. SPV ആംപിയർ, ചാർജിങ് ആംപിയർ. ഇപ്പോൾ 2 ആംപിയർ കാണിക്കുന്നുണ്ട്. SPV ആംപിയർ എന്ന് പറയുന്നത് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന ആംപിയർ. ചാർജിങ് ആംപിയർ എന്ന് പറയുന്നത് പാനലിൽ നിന്ന് ആംപിയർ ബൂസ്റ്റ് ചെയ്ത്, അതായത് കൺവേർട്ട് ചെയ്ത്
ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന ആംബിയറാണ് ചാർജിങ് ആംബിയർ ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഓരോ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച്, അതായത് ഈ നടുക്കിലത്തെ സ്വിച്ച് ആദ്യം ഞെക്കി പിടിക്കുക, അതിന് ശേഷം എൻ്റർമ ഞെക്കി പിടിക്കുക. അപ്പോൾ ഒരു ബീപ്പ് ശബ്ദത്തോടെ കണ്ടോ നോവ സെറ്റപ്പ് മോഡ് വെർഷൻ 7.7 എന്ന് പറഞ്ഞ് കണ്ടോ. ഇപ്പോൾ ഈ 3 ഇൻഡിക്കേറ്ററും ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഫോൾട്ട് വോൾട്ടേജ് എത്രയാണെന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ 16 മോഡാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഞെക്കി പിടിക്കുമ്പോൾ അബ്സോർഷൻ വോൾട്ടേജ് 14.3, ഇതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും നമ്മൾ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ബൾക്ക് വോൾട്ടേജ് 14.5. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇക്വലൈസേഷൻ വോൾട്ടേജ്. ഈ 4, 5, 6 എന്ന് പറയുന്നത് ഇക്വലൈസേഷൻ വോൾട്ടേജിൻ്റെ മോഡുകളാണ്. ഈ അഞ്ചാമത്തേലും ബാറ്ററി വോൾട്ടേജ് കട്ട് ഓഫ് ആണ്. ഇക്വലൈസേഷൻ വോൾട്ടേജിൻ്റെ തന്നെ കട്ട് ഓഫ് എത്രയാണെന്നാണ്. പിന്നെ ആറാമത്തേന്ന് പറയുന്നത് എൻഡേയ്സ്, അതായത് എത്ര ദിവസം കൂടുമ്പോഴാണ് ഇക്വലൈസേഷൻ വോൾട്ടേജ്, ഇക്വലൈസേഷൻ ചാർജിങ് നടക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇക്വലൈസേഷൻ ചാർജിങ് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഏഴാമത്തേന്ന് പറയുന്നത് മാക്സിമം ആംബിയർ. ഈ ആംബിയർ നമുക്കിപ്പോൾ ഈ ആരോമാർക്ക് താഴേക്കുള്ളതിൽ കുറച്ച് കഴിഞ്ഞുണ്ടോ, നമുക്ക് താഴേക്ക് ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും. മാക്സിമം നമുക്ക് താഴെ 10 ആംബിയർ വരെ ആക്കാൻ പറ്റും. ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ വീണ്ടും എൻ്റർമേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഗ്രിഡ് ടു സോളാർ, അതായത് ഗ്രിഡിൽ നിന്ന് സോളാറിലേക്ക് മാറുന്നതാണ് 14.2. പിന്നെ സോളാറിൽ നിന്ന് വീണ്ടും KCBയിലേക്ക് മാറുന്നത് 11.5, അതായത് ബാറ്ററി ഡിസ്ചാർജിങ് DOD സെറ്റ് ചെയ്തിരിക്കുന്നത് 11.5 ആണ്. പിന്നെ അടുത്തത് ബിലോ LED ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സോളാറിലേക്ക് മാറിയതിന് ശേഷം വീണ്ടും KCBയിലേക്ക് മാറുമേ നമ്മൾ 11.5 ആണ് LED സെറ്റ് കട്ട് ഓഫ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ 11.6 എത്തുമ്പോൾ ഈ ലോ ഓൺ സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വാർണിംഗ് തരുന്നതാണ്, അതായത് എത്ര വോൾട്ടേജ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാറ്ററിയിൽ KCBയിലേക്ക് വീണ്ടും മാറുമേ. 11ാമത്തെ ഓപ്ഷൻ ബാറ്ററിയുടെ AH, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എത്ര AH വേണമെങ്കിലും. പിന്നെയുള്ളത് കാലിബ്രേഷൻ ആംബിയർ ആണ്. അത് നമ്മൾ നല്ലൊരു ക്ലാമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 13ാമത്തെയും കാലിബ്രേഷൻ വോൾട്ടേജ് ആണ്. കാലിബ്രേഷൻ സെറ്റ് ചെയ്യണതിനാണ് അങ്ങനെ പറയുന്നത്. 14ാമത്തെ ആംബിയർ ലിമിറ്റ്, അത് നമുക്ക് എത്ര ആംബിയർ വരെ ലിമിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനാണ്. 15ാമത്തെ എസ് മോഡ് 1 ഉണ്ട് 0 ഉണ്ട്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. പിന്നെ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ഫാക്ടറി റീസെറ്റ്, അതായത് ഫാക്ടറി കമ്പനിക്കാർ സെറ്റ് ചെയ്തിരിക്കുന്ന മൊത്തത്തിൽ നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫാക്ടറി റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ. പിന്നെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യുമ്പോൾ സെറ്റിംഗ് സേവ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ സേവ് ആണ്. ഇപ്പം കണ്ടോ മേളിലുള്ള ഇൻഡിക്കേറ്ററൊക്കെ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ആ ഒരു 16 ഓപ്ഷൻസാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ MPPTയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് 4 ടൈപ്പ് ചാർജിങ് ആണ് നടക്കുന്നത്. അതായത് ബൾക്ക് ചാർജിങ്, ഫോൾട്ട് ചാർജിങ്, ഇക്വലൈസേഷൻ ചാർജിങ്, അബ്സോർഷൻ ചാർജിങ്. അപ്പോൾ ഈ 4 ചാർജിങ്ങും ഓട്ടോമാറ്റിക് ആണ്. അതായത് MPPT തന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി ഏത് ചാർജിങ് ആണ് അതിനകത്ത് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ചാർജിങ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് MPPT, അതായത് ബാറ്ററിയുടെ കണ്ടീഷൻ അനുസരിച്ച് MPPT ഓട്ടോമാറ്റിക് തന്നെ അത് ചാർജിങ് ചെയ്യും. അപ്പോൾ ഈ 4 ചാർജിങ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ 4 ചാർജിങ് നമുക്ക് അറിയാം, ബൾക്ക് ചാർജിങ്ങും ഫോൾട്ട് ചാർജിങ്ങും നമ്മുടെ ഇൻവെർട്ടറിലും MPPTയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഇക്വലൈസേഷൻ ചാർജിങ്ങും അബ്സോർഷൻ ചാർജിങ്ങാണ് പുതിയതായിട്ട് കയറി വന്നേക്കണം. അപ്പോൾ ഈ 2 ചാർജിങ്, അതായത് മൊത്തത്തിൽ ഈ 4 ചാർജിങ് എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള 3 ബട്ടനാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഡിസ്പ്ലേയിൽ തൊട്ട് താഴെ 3 ബട്ടൺസ് ഉണ്ട്. ഒരെണ്ണം എൻ്റർ, ഓൺ, ഓഫ്. അപ്പോൾ ഈ 3 ഇതെന്ന് പറയുന്നത് ഇപ്പം നോർമൽ ഏത് MPPT ഇട്ട് നോക്കിയാൽ തന്നെ അതിനകത്ത് സെറ്റിങ്സ് കയറണമെങ്കിൽ കമ്പനിയുടെ തന്നെ സെറ്റിംഗ് പ്രോബ് വേണം. ആ സെറ്റിംഗ് പ്രോബ് എല്ലാ കസ്റ്റമറും കൊടുക്കാറില്ല, അത്യാവശ്യക്കാർക്ക് മാത്രമാണ് സെറ്റിംഗ് പ്രോബ് അയച്ചു കൊടുക്കാറുള്ളൂ. പക്ഷേ നമ്മുടെ ഈ MPPT ആശാപവർ എന്ന് പറയുന്ന MPPT, അവരുടെ തന്നെ എല്ലാ MPPTയിൽ നമുക്ക് ഈ 3 ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ 3 ബട്ടൺ ഉപയോഗിച്ച് തന്നെ ഫാക്ടറി റീസെറ്റ് വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതായത് കമ്പനിക്കാർ തന്നിരിക്കുന്ന അതിനകത്തുള്ള സെറ്റിങ്സ് ഒക്കെ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് വ്യൂ, അതായത് റിലേ ഓൺ ആവുന്നതും റിലേ ഓഫ് ആവുന്നതും എല്ലാം നമുക്ക് ഇതിനകത്ത് കയറി തന്നെ കണക്ട് ചെയ്ത് അത് സെറ്റിങ്സ് കയറി കഴിഞ്ഞാൽ അത് ഞെക്കി അത് കുറയ്ക്കാൻ പറ്റും, കൂട്ടാൻ പറ്റും, കസ്റ്റമർ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫീച്ചറാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഡിസ്പ്ലേ ആണ്. അതായത് 14 ഫങ്ഷൻസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഓരോ ഫങ്ഷൻസും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ MPPT ഓൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഓരോന്നും ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് 14 ഫങ്ഷൻസ് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സൊക്കെയാണ് നമ്മുടെ ഈ MPPTയിലുള്ളത്. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 50 ആംബിയർ എന്നുള്ളത് നമുക്ക് കുറച്ച് 10 ആംബിയർ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ 16 ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫോൾട്ട് വോൾട്ടേജ് ആണ്, അതായത് ഫോൾട്ട് ചാർജിങ്. ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററീനെ ഓവർ ചാർജ് ആവാതെയും ഡീപ്പ് ഡിസ്ചാർജ് ആവാതെയും കീപ്പ് ചെയ്യണതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോൾട്ട് ചാർജിങ്. അത് ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി തന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ MPPT ചാർജിങ് ചെയ്യണതിനെയാണ് ഈ ഫോൾട്ട് ചാർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ വോൾട്ടേജ് ആണ്. അതായത് അബ്സോർപ്ഷൻ ചാർജിങ് എന്നാണ് ഇത് പറയുന്നത്. അത് നമ്മുടെ ഈ 4 ചാർജിങ്ങിൽ ഒരു ചാർജിങ് ആണ് അബ്സോർപ്ഷൻ ചാർജിങ്. അത് നമ്മുടെ കഴിഞ്ഞ അതായത് 7.6 വെർഷൻ വരെയുള്ള MPPTയിലൊക്കെ ഇത് ഹൈഡബിൾ ആണ്, അതായത് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, ഈ ചാർജിങ് നടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കസ്റ്റമർക്ക് കാണാൻ പറ്റില്ലായിരുന്നു, ഹൈഡ് ചെയ്തിട്ടേക്കായിരുന്നു. ഇപ്പോൾ 7.7 വെർഷൻ മുതൽ അവർ നമ്മുടെ ഇത് ഷോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ കാണിക്കാൻ നമുക്ക് കാണാൻ പറ്റും അത് ഏത് ചാർജിങ് നടക്കണേന്ന്. അബ്സോർപ്ഷൻ ചാർജിങ് എന്നുള്ളത് ഡിസ്പ്ലേ ഷോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അബ്സോർപ്ഷൻ ചാർജിങ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗൾഫിലുള്ളവരൊക്കെ നാട്ടിലേക്ക് പോരുമേ, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലുള്ളവരെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വീടൊക്കെ അടിച്ച് പുറത്തേക്ക് പോകും, മൊത്തത്തിൽ നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്തിട്ടാണ് പോവുള്ളൂ. നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓഫ് ചെയ്തിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സോളാർ സിസ്റ്റം ചെയ്തിട്ടുള്ളിടത്താണെങ്കിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പല കമ്പനിയുടെ ബാറ്ററിയൊക്കെ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇതനുസരിച്ച് കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഈ അബ്സോർപ്ഷൻ വോൾട്ടേജ് ഗുണം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി, അതായത് നമ്മളിപ്പോൾ ബാറ്ററി യൂസും ചെയ്യുന്നില്ല, ഒന്നും അതായത് പ്രവർത്തനം ഒന്നുമില്ല, ഇൻവെർട്ടർ പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാറ്ററി പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി അബ്സോർപ്ഷൻ ചാർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി ബാറ്ററി കംപ്ലയിൻ്റ് ആവാതെ ചാർജിങ് ചെയ്ത് ലെവൽ ചെയ്ത് നിർത്താനാണ് ഈ അബ്സോർപ്ഷൻ ചാർജിങ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ബൾക്ക് വോൾട്ടേജ് ആണ്. അതായത് ബൾക്ക് ചാർജിങ് ആണ്. ആംബിയർ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റിംഗ് ചാർജിങ്ങാണ് നമ്മൾ ഈ ബൾക്ക് ചാർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഇപ്പോൾ ബാറ്ററി ഇപ്പോൾ ഏകദേശം ഒരു 30% ഒക്കെ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ചെയ്യാനും നമ്മൾ ഇതിലേക്ക് മാറാനൊക്കെയാണ് ഇങ്ങനെ ബൾക്ക് ചാർജിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇക്വലൈസേഷൻ വോൾട്ടേജ് ആണ്, അഥവാ ഇക്വലൈസേഷൻ ചാർജിങ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിനെ ഓവർ ചാർജ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് കൂടി ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇക്വലൈസേഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മിനിമം നമുക്ക് 14 വോൾട്ടും പിന്നെ മാക്സിമം നമുക്ക് 16 വോൾട്ട് വരെയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇക്വലൈസേഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. നോർമൽ ഇതിൽ ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി അത് നമ്മളിപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അത് നമ്മളിപ്പോൾ 30 ദിവസമാണ് സെറ്റ് ചെയ്തിരിക്കണം. ഇതിപ്പോൾ വേണ്ടാത്തവർക്ക് ഇക്വലൈസേഷൻ ചാർജിങ് വേണ്ടാത്തവർക്ക് നമുക്ക് 0 ആക്കി കഴിഞ്ഞാൽ ചാർജിങ് നടക്കില്ല. അല്ല വേണമെന്നുള്ളവർക്ക് നമുക്കത് നമ്പർ ഓഫ് ഡേയ്സ് നോക്കിയിട്ട് നമ്മളിപ്പോൾ 30 എന്നുള്ളത് നമുക്ക് കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും. അപ്പം 90 ദിവസം 2 ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്യാൻ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ബാറ്ററിയുടെ നല്ല കണ്ടീഷൻ, ബാറ്ററിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും ബാറ്ററിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെയാണ് ഇങ്ങനത്തെ ഒരു വോൾട്ടേജ് ഇട്ടേക്കണം, ഇങ്ങനത്തെ ഒരു ചാർജിങ് സ്റ്റേജ് ഇട്ടേക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മുടെ ബാറ്ററിനെ കംപ്ലയിൻ്റ് ആവാതെയൊക്കെ നോക്കും നമ്മുടെ ഈ ചാർജിങ് എന്ന് പറയുന്നത്. അതായത് വോൾട്ടേജ് കൂടുതലിട്ട് മാസത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ബാറ്ററിനെ നോർമൽ ചാർജിങ്ങിനൊക്കെ കൂടുതൽ വോൾട്ടേജ് ഇട്ട് ചാർജിങ് തന്നെയാണ് നമ്മൾ ഇക്വലൈസേഷൻ പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ 15ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എസ് മോഡാണ്. അപ്പോൾ എസ് മോഡ് നമുക്ക് 0-ൽ ഇടാം, എസ് മോഡ് 1-ലും ഇടാം. അങ്ങനെ 0-ഉം 1-ആണ് 2 ഓപ്ഷനായിട്ട് അതിനകത്ത് വീണ്ടും കിടക്കുന്നത്. അപ്പോൾ 0 എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ നോർമൽ രീതിയിൽ എല്ലാവരും എസ് മോഡ് 1-ലാണ് ഇടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻവെർട്ടർ സിസ്റ്റം ചെയ്യണോടുത്ത്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നോർമൽ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടറിലേക്ക് ആക്കുമ്പോഴാണല്ലോ MPPT ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഇൻവെർട്ടറിൽ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ഇല്ലാത്ത ഇൻവെർട്ടറൊക്കെ ആണെങ്കിൽ രാത്രി സോളാറിലേക്ക് ഗ്രിഡിലേക്ക് മാറിക്കഴിയുമ്പോൾ ബാറ്ററീനെ ചാർജ് ചെയ്യും. KCBന്ന് കറണ്ട് എടുത്ത് ബാറ്ററി ചാർജ് ചെയ്യും. അപ്പോൾ ബാറ്ററി ചാർജായി ബാറ്ററി ചിലപ്പോൾ നമ്മൾ അതായത് പിന്നെ വീണ്ടും രാവിലെ സോളാർ വന്നാലാണല്ലോ ഇതിലേക്ക് മാറുള്ളൂ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ബാറ്ററി ചാർജായി 14.2 വോൾട്ട് എത്തുമ്പോൾ സോളാറിലേക്ക് മാറും. രാത്രിയായാലും സോളാറിലേക്ക് മാറും. കാരണം നമ്മൾ ബാറ്ററി സോളാറിലേക്ക് മാറുന്നത് റിലേ ഓൺ ആവുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് 14.2 വോൾട്ടാണ്. അപ്പോൾ ബാറ്ററി ചാർജ് 14.2 എത്തുമ്പോൾ സോളാറിലേക്ക് മാറും. അത് സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എസ് മോഡ് 1-ൽ ഇടാണെങ്കിൽ സോളാർ അത് ഗ്രിഡ് ടു സോളാറിലേക്ക് ചേഞ്ച് ഓവർ ആവുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സോളാർ പ്രസൻസിനായിരിക്കും. അതായത് സോളാറിൻ്റെ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് സോളാറിലേക്ക് മാറുള്ളൂ. 14.2 വോൾട്ട് എത്തിയാലും സോളാറിലേക്ക് മാറുന്നത് അപ്പോഴായിരിക്കുള്ളൂ. നമ്മൾ 0-ൽ ഇടാണെങ്കിൽ അത് ബാറ്ററീനെ ഡിപ്പെൻഡ് ചെയ്താണ് മാറുന്നത്. അതായത് ഗ്രിഡ് ടു സോളാർ അല്ലെങ്കിൽ സോളാർ ടു ഗ്രിഡിലേക്ക് മാറുന്നത് നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജ് എപ്പോൾ 14.2 എത്തണു അപ്പോഴായിരിക്കും അത് സോളാറിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രിയൊക്കെ സോളാറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് മാത്രമാണ് എടുക്കുകയുള്ളൂ. സോളാർ ഇല്ലല്ലോ നമുക്ക് രാത്രി. അപ്പോൾ പകൽ മാത്രമാണ് പിന്നെ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോർമൽ ഇതിൽ എല്ലാവരും അത് 1-ലാണ് ഇടുന്നത്. അപ്പോൾ 1-ൽ ഇട്ടാൽ മാത്രമാണ് നമുക്ക് സോളാറിൽ നിന്നുള്ള വോൾട്ടേജ് കിട്ടണമെങ്കിൽ സോളാറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും അത് ചേഞ്ച് ഓവർ ആവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് സോളാറിൽ നിന്നുള്ള ചാർജിങ് അവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കണ്ടോ ഇവിടെ മേളിൽ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ എത്ര കാണിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻവെർട്ടർ മോഡ് ഓഫ് ഓട്ടോ ബൈപ്പാസ് ഓൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻസ് കാണാം. ആശാപവർ ചാർജിങ് ഉണ്ടോ. ഇപ്പോൾ ചാർജിങ് 3 ആംപിയറിലാണ് ചാർജിങ് നടക്കുന്നത്. നമുക്ക് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്നത് 1 ആംപിയറാണ്. അത് ബൂസ്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് 3 ആംപിയറേക്ക് ചാർജ് ചെയ്യാണ്. 13.3 വോൾട്ടാണ് ബാറ്ററിയിലുള്ളത്. വാട്ട്സ് നമുക്ക് 39 വാട്ട്സ് കിട്ടുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഇൻഡിക്കേറ്റർ, അതായത് ഈ ബ്ലിങ്ക് ആവുന്ന ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. 3 ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ സോളാർ ചാർജിങ് ഓൺ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്ററാണ് അവിടെ. നോർമലി ഫാസ്റ്റ് ഇതിലാണ് ബ്ലിങ്ക് ആവുന്നത്, നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത്തിരി സ്പീഡിലാണ് അത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ബൾക്ക് ചാർജിങ് ആണ് അതിന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും അത് ബൾക്ക് ചാർജിങ്ങിൻ്റെ ആണ്. അതിങ്ങനെ സ്പീഡിൽ ബ്ലിങ്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കണ്ടോ ബൾക്ക് ചാർജിങ് എന്ന് വരും. ഇനി നോർമൽ രീതിയിൽ പയ്യെ ബ്ലിങ്ക് ആകുമ്പോൾ അത് അബ്സോർഷൻ ചാർജിങ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആവുന്നതനുസരിച്ച് ഏത് ചാർജിങ് നടക്കണേന്ന് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കും, അതായത് ബ്ലിങ്ക് ചെയ്യാതെ നേരെ തെളിഞ്ഞ് നിൽക്കുമ്പോൾ അത് ഫ്ലോട്ട് ചാർജിങ് ആണ്. അപ്പോൾ ആ 3 ചാർജിങ്ങിന് വേണ്ടിയാണ് ആ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ പറ്റും. ആ 3 ഇതും എങ്ങനെയാണ് നമ്മൾ ബ്ലിങ്ക് ചെയ്യണേന്നും എങ്ങനെയാണ് അത് കത്തുന്നതെന്നും നമുക്ക് അതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ സ്വിച്ച് കൊണ്ട് വെയിൽ വന്നപ്പോഴാണ് വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം കണ്ടോ സോളാറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കണ്ട അബ്സോർഷൻ ചാർജിങ് ആണ് നടക്കുന്നത്. നമ്മുടെ LED കണ്ട പയ്യാണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചാർജിങ് നടക്കുന്നത്. കണ്ട ചാർജിങ് ആംപിയർ 9 ആംപിയർ ആണ്. നമുക്ക് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്നത് 3 ആംപിയർ. 3 ആംപിയറിനെ അത് 9 ആംപിയറാക്കി കൺവേർട്ട് ചെയ്യാണ്. നമുക്കിപ്പോൾ വാട്ട്സ് നമുക്കിപ്പോൾ 140 വാട്ട്സ് കിട്ടുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് 13.4 വോൾട്ട്. ഇപ്പോൾ ഈ ടുഡേ എന്നുള്ളത് സോളാറിലേക്ക് മാറിയതിന് ശേഷം നമുക്ക് ഓരോന്നും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷനാണ് അങ്ങനെ ഓരോന്നും ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഉണ്ടോ ലോഡ് ഓൺ സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്, സോളാർ പ്രസൻസ് എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്, സോളാർ ചാർജിങ് എന്നുള്ള ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. പയ്യാണ് അത് ബ്ലിങ്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാർജിങ് ആയ അബ്സോർഷൻ ചാർജിങ് ആണ് നടക്കുന്നത്. സ്പീഡിൽ ബ്ലിങ്ക് ആകുമ്പോൾ അത് ബൾക്ക് ചാർജിങ്ങും, സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ ഫോൾട്ട് ചാർജിങ് ആണ് നടക്കുന്നത്. അത് ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി നമ്മുടെ MPPT തന്നെ ചെയ്യുന്നതാണ് ചാർജിങ് ഒക്കെ. അപ്പം കാണാൻ പറ്റുന്നുണ്ടോ സോളാർ ചാർജിങ്, ബാറ്ററി ബാങ്ക്, ഇപ്പോൾ ഇൻവെർട്ടർ മോഡ് ഓൺ, ഓട്ടോ ബൈപ്പാസ് ഓൺ എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാനുവലി ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ ഉണ്ടോ SPV ആംപിയർ 2 ആംപിയർ, ചാർജിങ് ആംപിയർ 7 ആംപിയർ ബാറ്ററിയിലേക്ക് ചാർജിങ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പാനലിൽ നിന്നുള്ള വോൾട്ടേജ് 34 വോൾട്ട്, ബാറ്ററിയുടെ 13 വോൾട്ട്, വാട്ട്സ് 78 വാട്ട്സ്. അത് സോളാർ എന്നുള്ള വെയിൽ കോറിനനുസരിച്ച് വേരിയേഷൻ വന്നതിൻ്റെയാണ്. ഇനി നമ്മൾ ഈ ഓൺ സ്വിച്ച്, ഈ ഓഫ് സ്വിച്ച് നീക്കി പിടിച്ച് കഴിഞ്ഞാൽ മാനുവലി ഓഫ് ചെയ്യാൻ പറ്റും. കണ്ടോ ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ നമ്മൾ ഓഫ് ചെയ്തേക്കാണ്. നമുക്ക് കണ്ടോ ഓട്ടോമാറ്റിക്കായി ഓഫ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിപ്പോൾ ഓൺ ചെയ്യണമെങ്കിൽ ഇതുമ്പോൾ കണ്ടോ നീക്കി പിടിക്കുമ്പോൾ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓൺ എന്ന് പറയുന്നത് നമ്മളെ ഓട്ടോ ബൈപ്പാസ് ഓൺ ചെയ്യാനും, ഓഫ് എന്ന് പറയുന്നത് ഓട്ടോ ബൈപ്പാസ് ഓഫ് ചെയ്യാനാണ്. ഇപ്പോൾ ഇത് ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ ഈ ഓഫ് ഞെക്കി പിടിച്ചാൽ മതി. അപ്പോൾ ഉണ്ടോ നമ്മുടെ ഓട്ടോ ബൈപ്പാസ് ഓഫ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് അല്ല. ഇനി തന്നെ വന്നെങ്കിൽ ഇത് നമ്മൾ ഇതിനകത്ത് ഓൺ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടോ ഇപ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഇനി വരുന്നത്. ഇനി ആ ഒരു ഇതനുസരിച്ച് നമ്മൾ DOD സെറ്റ് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ ഡിസ്ചാർജിങ് സോളാർ ടു ഗ്രിഡ് ടു സോളാറിലേക്ക് മാറുന്നത് 11.5 ആണ്. അപ്പോൾ 11.6 എത്തുമ്പോൾ ബിലോ LED എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തേക്കുന്നത് 11.6 ആണ്. ബിലോ LED ബ്ലിങ്ക് ആവുന്ന സെറ്റ് ആവുന്നത്. അപ്പോൾ ലോഡ് ഓൺ സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ ബ്ലൂ, അത് ഇങ്ങനെ ബിലോ LED, അതായത് 11.6 എത്തുമ്പോൾ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഈ ബ്ലൂ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തിനാ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സോളാറിൽ നിന്ന് KCBയിലേക്ക് മാറാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അവിടെ ബ്ലിങ്ക് ആവുന്നത്. പിന്നെ 11.5 എത്തുമ്പോൾ LED മൊത്തത്തിൽ ഓഫായിട്ട് വീണ്ടും KCBയിലേക്ക് മാറും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ വരുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ആശാപവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 7.7 വെർഷൻ MPPT ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ വാട്സാപ്പിൻ്റെ. അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.